നമുക്കറിയാം കേരളത്തിലെ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് പറയാൻ പേടിയായിട്ടാണ് അവർ SPയെയും മറ്റ് ഗവർണറെയൊക്കെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ക്യാമ്പസിൽ നടന്നുള്ള കാര്യങ്ങൾ പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം, അത് ഇന്നും ഇന്നലെയും ഒന്നും SFI തയ്യാറെടുത്ത് വെച്ചിട്ടുള്ളതല്ല. അത് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇന്ന് കാലത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇടതുപക്ഷ എക്കോസിസ്റ്റം. അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക്, ഈ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അവർ പറയുന്നതനുസരിച്ച് നടക്കണം. അത് ഒന്നും അതിന് പുറത്തു പോകരുത്. അവരുടെ അണ്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ അവസാനിക്കണം എന്നുള്ളത് കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് ഭീഷണിയുടെയും മറ്റ് പല വിധത്തിലുള്ള സ്ട്രാറ്റജിയിലൂടെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു ശൈലിയാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഈ വാട്സപ്പ് ചാറ്റുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ എല്ലാവരും പെട്ടെന്ന് താഴേക്ക് വരണം, ഈ SFIക്കെതിരെയുള്ള ഇതിനെതിരെ പ്രചരിപ്പിക്കണം എന്നുള്ള പറഞ്ഞത് വർക്കൗട്ട് ആവാതിരുന്ന സമയത്താണ് ഞാൻ MSF ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ വന്നിട്ട് ഇവിടെ നടന്നത് ഇങ്ങനെയല്ല, ഒരു ദിവസം ആക്രമിച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നമുക്ക് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും SFIയെ വെള്ള പൂശുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എന്താണോ യഥാർത്ഥ സത്യം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാലത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ. വരും ദിവസങ്ങളിലും ഞങ്ങൾ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൃത്യമായിട്ട് നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട്. പക്ഷെ അവർക്ക് ഭയമാണ്, SFIയെ ഭയമാണ്, ഇടതുപക്ഷ എക്കോസിസ്റ്റത്തെ ഭയമാണ്. അത്രയും ഭീകരമാണ് അവിടുത്തെ ചുറ്റുപാടുകൾ. നമ്മൾ വാട്സപ്പിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണാറുണ്ട്, താലിബാൻ തീവ്രവാദ കേന്ദ്രങ്ങളിൽ നടക്കുന്ന വീഡിയോസ് വിചാരണ ചെയ്യുന്നതും കൊല്ലുന്നതുമെല്ലാം വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നില്ലെന്ന് മാത്രം ബാക്കിയെല്ലാം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് അത്തരത്തിൽ 3 ദിവസം വിചാരണ ചെയ്ത് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥ് അത്രയും വളരെ നമുക്ക് പറയാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ആ കൊലപാതകവും അതുമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്. എന്നിട്ടും കൊലപാതകവും ഗൂഢാലോചനയൊന്നും രജിസ്റ്റർ ചെയ്യാനോ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനോ പോലീസ് തയ്യാറാവുന്നില്ല. ഇത് കൃത്യമായിട്ട് അവിടെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പരുമല മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ കാലം തൊട്ട് തന്നെ SFIയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ തയ്യാറാവുന്നു. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ശിവരഞ്ജിത്തിനെ പോലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോലീസിനെ വരെ ഇടതുപക്ഷ എക്കോസിസ്റ്റത്തിന് അണ്ടറിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ SFIയെ സംരക്ഷിക്കുന്നത്. SFI മൂത്താൽ DYFI എന്ന് മാത്രമല്ല, SFI മൂത്തിട്ട് പല പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പോലീസുകാരെ വിദ്യാർത്ഥികൾ സമീപിച്ച് അതെല്ലാം ഒത്തുതീർപ്പാക്കി, കോളേജിൽ തന്നെ ഒത്തുതീർപ്പാക്കി എന്നെല്ലാം പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അത്രയും മോശകരമായ ഒരു സിറ്റുവേഷനാണ് ആ കോളേജിനുള്ളത്. അത് വളരെ ഭീകരമാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ, ഇത് നമുക്കറിയാം ആ കോളേജിൽ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിന്റെ IIIT മോഡലിൽ പല നാട്ടകം പോളി ഉൾപ്പെടെ പല ക്യാമ്പസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാരാജാസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇന്നും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ആർഷോയുടെ ഒരു കേസുണ്ട്. അജാസ് എന്ന വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ വെച്ചിട്ട് ചെയ്ത കാര്യം. അത് കാലത്ത് തലേദിവസം രാത്രി മുതൽ രാവിലെയാണ് അദ്ദേഹത്തെ പറഞ്ഞത്. ഇപ്പോഴും ആർഷോ അയാളുടെ പിന്നാലെ നടന്നിട്ടുണ്ട് ഈ കേസൊന്ന് തീർക്കണം, ആക്കണം. 5 വർഷമായി, പക്ഷെ അദ്ദേഹം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. സമർപ്പിച്ചിട്ട് 5 വർഷം. അത് തന്നെ ഇത് ഈ ഒരു കേസിൽ മാത്രമല്ല, അഭിമന്യുവിന്റെ കേസിലായാലും പല കേസുകളിലായാലും കുറ്റപത്രം കൊടുക്കുന്നതിൽ പോലീസ് കാണിക്കുന്ന അനാസ്ഥ, അത് കരുതി കൂട്ടിയുള്ള അനാസ്ഥ. അവർക്ക് ആവശ്യമുള്ളതിൽ അവർ കൃത്യമായിട്ട് അന്വേഷണം നടത്തും, കാര്യങ്ങൾ ചെയ്യും, ഒക്കെ ചെയ്യും. അല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും.